ഹായ് ആൾ. ഇന്ന് നമ്മൾ RRB ഗ്രൂപ്പ് ഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ എന്താണ്? ലെവൽ 1 പോസ്റ്റിന്, അതായത് നമ്മുടെ റെയിൽവേയിലെ ലെവൽ 1 പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് RRB ഗ്രൂപ്പ് ഡി നടത്തുന്നത്. അതായത് ലെവൽ 1 പോസ്റ്റുകൾ ഏതൊക്കെയാണ്? ട്രാക്ക് മെയിൻ്റനർ, അതുപോലെ പോയിന്റ്സ്മാൻ ബി, അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേയിലെ ഡിഫറെൻറ്റ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്ന അസിസ്റ്റൻറ്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളാണ് ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡി നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നേ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഇപ്പോൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ NTPC ഒക്കെ നമുക്കൊരു 2-3 മാസത്തേക്ക് മുന്നേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാംസും കാര്യങ്ങളൊക്കെ. അതായത് ഓഗസ്റ്റ് ലാസ്റ്റോട് കൂടിയാണ് നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടൈമിൽ തന്നെ തീരേണ്ട ഒരു എക്സാം ആയിരുന്നു ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡി. പക്ഷേ കുറച്ച് കേസും കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ട് കുറച്ചൊന്ന് നീട്ടി വെക്കേണ്ടി വന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നവംബർ 17-നാണ് നമുക്ക് ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡി. നമ്മൾ കാത്തിരുന്ന പരീക്ഷയാണ്. പരീക്ഷ നടക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും പഠിത്തത്തിൻ്റെ പിന്നിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾ RRB NTPCക്ക് പഠിച്ചു, അത് നിങ്ങൾ എക്സാംസ് എഴുതിയിട്ടുണ്ട്. ഇനി ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ നന്നായിട്ട് പോട്ടെ. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ തന്നെ ഒരു 50 ഡേ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നവംബർ 17 നടക്കാൻ പോകുന്ന RRB ഗ്രൂപ്പ് ഡി ഇനി അടുത്ത വർഷത്തേക്കുള്ള, അതായത് നമ്മുടെ ഈ വർഷം വിളിച്ചിട്ടില്ല, അതായത് 2025 നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടില്ല, അതും നമുക്ക് എത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്നുള്ള RRB ഗ്രൂപ്പ് ഡിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പോസ്റ്റുകൾക്കും വരുന്ന സാലറി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ലെവൽ 1 പോസ്റ്റാണ്. ലെവൽ 1 പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ 7th പേ കമ്മീഷൻ പ്രകാരമാണ് നമുക്ക് ഈ പറയുന്ന സാലറി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരിക. അതായത് നോക്കിക്കേ, ഇതിൽ ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ ഏത് പോസ്റ്റിനായിരുന്നാലും അവിടുത്തെ ബേസിക് പേ എന്ന് പറയുന്നത് 18,000 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രേഡ് പേ, HRA, DA ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞ ഏകദേശം 25 അടുപ്പിച്ച് വരും. അതായത് 20 + 25 അടുപ്പിച്ച് നമുക്ക് സാലറി കാര്യങ്ങൾ വരുന്ന ഒരു പോസ്റ്റുകളാണ് ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡി. അപ്പോൾ ഈ RRB ഗ്രൂപ്പ് ഡിയിൽ കയറിയതിന് ശേഷം RRB NTPCയിലേക്കുള്ള പോസ്റ്റുകളിലേക്കുള്ള പ്രൊമോഷനും കാര്യങ്ങളും നടത്തി നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇപ്പം RRB NTPCക്കകത്ത് വരുന്ന ഏറ്റവും എല്ലാവരും സ്വപ്നം കാണുന്ന ഒരു ജോലി സ്റ്റേഷൻ മാസ്റ്റർ, അതുപോലെ തന്നെ ഒത്തിരി പോസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുകളിലേക്കൊക്കെ വരുന്ന പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി ത്രൂ നമുക്ക് പോകുന്നതാണ്. അതായത് ഗ്രൂപ്പ് ഡിക്കകത്ത് വരുന്ന പോയിന്റ്സ്മാൻ ബി എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേഷൻ മാസ്റ്റർ വരെയുള്ള പ്രൊമോഷനും കാര്യങ്ങളും, അതായത് സ്റ്റേഷൻ മാസ്റ്റർ നമുക്ക് ആവാൻ സാധിക്കും. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കും. നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ പോസ്റ്റുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ജോബ് പ്രൊഫൈൽ ആയിരുന്നാലും കരിയർ ഗ്രോത്ത് ആയിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് കയറി കാണുക കേട്ടോ. അപ്പോൾ ആ ഒരു പോസ്റ്റുകളിലേക്കൊക്കെ വരുന്ന പ്രൊമോഷനും കാര്യങ്ങളും നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി വരുന്ന പോസ്റ്റുകൾക്കുമുണ്ട്. പിന്നെ നമ്മുടെ സൂപ്പറിൻറ്റൻഡൻറ്റ് പോസ്റ്റുകളിലോട്ട് ആവുന്നതും അതുപോലെ സെക്ഷൻ എഞ്ചിനീയറിലോട്ട് ആവുന്നതും ഒക്കെ ത്രൂ പ്രൊമോഷൻ വഴി ആകുന്ന പോസ്റ്റുകളാണ് ഈ പറയുന്ന ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾ. അപ്പം ഏറ്റവും ലെവൽ 1-ൽ നിന്ന് നമുക്ക് ലെവൽ 5 വരെ പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. അലവൻസസ് റെയിൽവേയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അലവൻസ് വരുന്ന റെയിൽവേയിലാണ്. അതായത് നമുക്ക് DRNS അലവൻസ് വരുന്നുണ്ട്, HRA വരുന്നുണ്ട്, ട്രാൻസ്പോർട്ട് അലവൻസ് വരുന്നുണ്ട്. ഇനി നൈറ്റ് ഡ്യൂട്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് അലവൻസ് വരുന്നുണ്ട്. ഇനി ഓവർ ടൈം നിങ്ങൾ പണിയെടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് അലവൻസ് വരുന്നുണ്ട്, ഓവർ ടൈം അലവൻസ് വരുന്നുണ്ട്. ട്രാവൽ അലവൻസ് വരുന്നുണ്ട്. അതായത് 8 കിലോമീറ്റർ ബിയോണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുവാണ്, ഡിസ്റ്റൻസ് കവർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ട്രാവൽ അലവൻസ്. ഇനി കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഹോളിഡേയ്സിൽ നമുക്ക് കോമ്പൻസേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഫിക്സഡ് കൺവെയൻസ് അലവൻസ് വരുന്നുണ്ട്. ഇനി നമ്മുടെ റെയിൽവേ ഡോക്ടേഴ്സിനുള്ള കൺവെയൻസ് അലവൻസും കാര്യങ്ങളും ഉണ്ട്. നെക്സ്റ്റ് സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സ്കെഡ്യൂൾഡ് ഏരിയാസ്, ട്രൈബൽ ഏരിയാസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുവാണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് സ്പെഷ്യൽ കോമ്പൻസേറ്ററി അലവൻസ് കാര്യങ്ങളുണ്ട്. സ്പെഷ്യൽ അലവൻസസ് ടു റെയിൽവേ സ്കൂൾ ടീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ എംപ്ലോയീസിൻ്റെ, അതായത് റെയിൽവേ എംപ്ലോയീസിൻ്റെ കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ, അവരുടെ ഹോസ്പിറ്റാലിറ്റി,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ അലവൻസും കാര്യങ്ങളും വരുന്നുണ്ട്. കൂടാതെ തന്നെ വിമൻ ഡിസബിലിറ്റീസ് ഉള്ള വിമൻസിന് ഡിസബിലിറ്റീസ് ഉള്ള വിമൻസിന് സ്പെഷ്യൽ അലവൻസ് കാര്യങ്ങളുണ്ട്. പിന്നെ മെഡിക്കൽ ബെനിഫിറ്റ്സ് നമ്മുടെ എംപ്ലോയീസിൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടും. അതുപോലെ പെൻഷൻ സ്കീമും ഉണ്ട്. ഇതിൽ കൂടാതെ നമുക്ക് ഒത്തിരി അലവൻസസ് അല്ലാതെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ കിലോമീറ്റർ അലവൻസ് എന്ന് പറഞ്ഞു, അതുപോലെ സ്ട്രെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അലവൻസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അത് ഓരോ പോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അങ്ങനെയുള്ള അലവൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് പൊതുവേ വരുന്ന അലവൻസും കാര്യങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് ഒത്തിരി അലവൻസും കാര്യങ്ങളും നമ്മുടെ ഈ പറയുന്ന ഗ്രൂപ്പ് ഡി പോസ്റ്റുകൾക്ക് വരുന്നുണ്ട്. അത് റെയിൽവേയുടെ പോസ്റ്റുകൾക്ക് വരുന്നുണ്ട്. ഇനി അലവൻസസ് ആണ്. അലവൻസസിൽ HRA അലവൻസ് ആണ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ സിറ്റി കാറ്റഗറി എക്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷത്തിന് താഴെയാണ് പോപ്പുലേഷൻ എങ്കിൽ 4320 രൂപയായിരിക്കും അവിടുത്തെ അലവൻസ്. ഇനി Y കാറ്റഗറിയിലുള്ള അതായത് 5-നും 50 ലക്ഷത്തിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ 2880 രൂപയായിരിക്കും നമ്മുടെ ഹൗസ് റെന്റ് അലവൻസ് വരിക. ഇവിടെ ലെസ് ദാൻ 5 lakhs ആണ് കേട്ടോ. ലെസ് ദാൻ 5 lakhs ആണെങ്കിൽ 1440 രൂപയായിരിക്കും സിറ്റി ഇസഡിൽ വരുന്ന ഒരു ഹൗസ് റെൻ്റ് അലവൻസ്. അപ്പം ഒരു ഹൗസ് റെൻ്റ് അലവൻസ് ആയിരുന്നാലും ഒക്കെ നല്ല രീതിയിലുള്ള അലവൻസും കാര്യങ്ങളും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതുപോലെ യൂണിഫോം അലവൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റുകളാണ്. ഞാൻ ഒത്തിരി പോസ്റ്റുകൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള പോസ്റ്റാണ് ട്രാക്ക് മെയിൻ്റെനർ. ബാക്കി വരുന്നതൊക്കെ നമ്മൾ ജസ്റ്റ് നമുക്ക് അങ്ങനെ അറിയാൻ പാടുന്ന പോസ്റ്റ്, എല്ലാവർക്കും അറിയാൻ പാടുന്ന പോസ്റ്റുകളല്ല, പക്ഷേ എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു പോസ്റ്റാണ് ട്രാക്ക് മെയിൻ്റെനർ ഗ്രേഡ് 4. ഓക്കെ, പിന്നെ വരുന്ന പോസ്റ്റുകളാണ് നമ്മുടെ സിഗ്നലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന, അതായത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അവിടെ വരുന്ന അസിസ്റ്റൻറ്റ്. പിന്നെ അസിസ്റ്റൻറ്റ് വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് ബ്രിഡ്ജ് വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് ക്യാരേജ് ആൻഡ് വാഗൺ വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഡീസൽ വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് PV വരുന്നുണ്ട്. PV ഒക്കെ നല്ല ജോബാണ് കേട്ടോ. പിന്നെ അസിസ്റ്റൻറ്റ് TL ആൻഡ് AC വർക്ക്ഷോപ്പ് വരുന്നുണ്ട്, അസിസ്റ്റൻറ്റ് TL AC ഇലക്ട്രിക്കൽ ജനറൽ സർവീസ് വരുന്നുണ്ട്. അങ്ങനെ വർക്ക്ഷോപ്പിൻ്റെ ഇതിലായിരുന്നാലും അതുപോലെ ജനറൽ സർവീസ് ആയിരുന്നാലും ഒക്കെ സബ് കാറ്റഗറി അല്ലെങ്കിൽ സബ് ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന പോസ്റ്റുകളും ഒക്കെ ഉണ്ട്. വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോച്ച് ഫാക്ടറികളിൽ, അതായത് നമുക്ക് ചെന്നൈയിലൊക്കെ ആയിരിക്കും കോച്ച് ഫാക്ടറി വരിക, അവിടെയൊക്കെ ആയിരിക്കും ഈ പറയുന്ന വർക്ക്ഷോപ്പിൻ്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകളൊക്കെ വരിക. ഇനി കേരളത്തിനകത്ത് ഒരു ഫീമെയിൽ കാൻഡിഡേറ്റിന് കേരളത്തിനകത്ത് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിൻറ്റ്സ്മാൻ B എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാം. പോയിൻറ്റ്സ്മാൻ B എന്ന് പറയുന്നത് അതിന് പ്രത്യേകം ഇതൊക്കെ ഉണ്ട്, അതായത് മെഡിക്കൽ സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. A2 മെഡിക്കൽ സ്റ്റാൻഡേർഡ്, കാരണം സ്റ്റേഷൻ മാസ്റ്റർ വരെ വരുന്ന പോസ്റ്റാണ് ഈ പറയുന്ന പോയിൻറ്റ്സ്മാൻ B. അപ്പോൾ നമുക്ക് A2 മെഡിക്കൽ സ്റ്റാൻഡേർഡൊക്കെ വരുന്നതാണ് പോയിൻറ്റ്സ്മാൻ B. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ കേരളത്തിനകത്ത് അപ്ലൈ അല്ലെങ്കിൽ ജോലി കിട്ടണമെന്ന് താല്പര്യമുള്ളവർക്ക് പോയിൻറ്റ്സ്മാൻ B കൊടുക്കാം, അതുപോലെ ട്രാക്ക് മെയിൻ്റെനർ കൊടുക്കാം. ഓക്കെ, ഈ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം മേ ബി നമുക്ക് ചെന്നൈ കോച്ച് ഫാക്ടറികളിലായിരിക്കും അവിടെ ജോലി വരിക. കാരണം നമ്മുടെ റെയിൽവേ ഡിവിഷൻ തന്നെ നമുക്ക് ട്രിവാൻഡ്രം വരില്ലല്ലോ, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡി ഡിവിഷൻ അത് ചെന്നൈ ഡിവിഷൻ അല്ലേ വരിക. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ കോച്ച് ഫാക്ടറി ഉള്ളത് കൊണ്ടാണ്, നമ്മുടെ ട്രിവാൻഡ്രത്ത് കോച്ച് ഫാക്ടറി ഇല്ലാത്തത് കൊണ്ടാണ്, കേരളത്തിൽ കോച്ച് ഫാക്ടറി ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അത് വരാത്തത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ട്രാക്ക് മെഷീൻ വരുന്നുണ്ട്, TRD വരുന്നുണ്ട്, പിന്നെ പോയിൻറ്റ്സ്മാൻ B, ട്രാക്ക് മെയിൻ്റെനർ, ഇങ്ങനെ വരുന്ന ഒത്തിരി പോസ്റ്റുകളാണ് ഗ്രൂപ്പ് ഡിയുടെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ഈ പോസ്റ്റുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചം വരുന്ന പോസ്റ്റുകൾ തന്നെയാണ്. ഈ പോസ്റ്റുകളെല്ലാം നമുക്ക് ഒരേ സാലറി ഇൻ ഹാൻഡ്, പിന്നെ ഓരോ പോസ്റ്റുകൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അലവൻസും കാര്യങ്ങളും ഉള്ള മാറ്റം മാത്രമേ ഉള്ളൂ. ബാക്കി ഗ്രേഡ് പേ കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് അവിടെ വരിക. ഓക്കെ, ഇനി എക്സാം പാറ്റേൺ. ഇപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണല്ലോ November 17th. എക്സാം പാറ്റേൺ എങ്ങനെയാണ്? ടോട്ടൽ 90 മിനിറ്റ് ആണ് എക്സാം വരിക. അതിൽ സയൻസ് 25 ക്വസ്റ്റ്യൻസ് ആണ്, മാത്സ് 25 ക്വസ്റ്റ്യൻസ്, റീസണിങ് 25 ക്വസ്റ്റ്യൻസ്, അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ റീസണിങ് 30 ക്വസ്റ്റ്യൻസ്, അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർ 20 ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് നമുക്കിവിടെ ആ ഒരു ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഒരൊറ്റ പരീക്ഷയാണ് വരുന്നത്, എഴുത്ത് പരീക്ഷ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒറ്റയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഒറ്റ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലി ഉറപ്പിക്കാം. പിന്നെ നമ്മുടെ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതും കൂടെ പാസ്സാവണം. എന്നാലും നമ്മുടെ ഒരു വലിയൊരു കടമ്പ നമ്മൾ റിട്ടേൺ ടെസ്റ്റ് കഴിയുമ്പോഴേ കഴിഞ്ഞിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഒരുവിധം നല്ല പോസ്റ്റിലേക്കൊക്കെ എത്തിപ്പെടാൻ പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റുകളാണ് ഗ്രൂപ്പ് ഡിയുടെ അണ്ടറിൽ വരുന്നത്.
ഓക്കെ, ഇനി ഓരോ പോസ്റ്റുകളെ പറ്റി നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് അറിയണം, അവരുടെ ജോബ് പ്രൊഫൈൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക. ചാനലിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോ പോസ്റ്റുകളെ പറ്റിയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി NTPCക്കകത്ത് വരുന്ന ഏറ്റവും മെയിനായിട്ട് വരുന്ന സ്റ്റേഷൻ മാസ്റ്ററും അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിൻ മാനേജറിൻ്റെ പോസ്റ്റുകളായിരുന്നാലും ഒക്കെ നമ്മുടെ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കയറി കാണുക, അല്ലെങ്കിൽ ചാനൽ വിസിറ്റ് ചെയ്താൽ മതി. ആദ്യം തന്നെ ഈ പറയുന്ന പോസ്റ്റുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇപ്പം NTPCക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികൾ, ഇനിയും പഠിത്തം തുടങ്ങിയിട്ടില്ല, നിങ്ങൾ കുറച്ചായിട്ട് മാത്സിനൊക്കെ ഒരുവിധം നന്നായിട്ടൊക്കെ ചെയ്യാൻ അറിയാം, റീസണിംഗ് ഒക്കെ ഒരുവിധം അറ്റൻഡ് ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾക്ക് ഒരു 50 ഡേ ക്രാഷ് ബാച്ച് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. 50 ദിവസം കൊണ്ട് സ്പെഷ്യൽ സ്റ്റഡി പ്ലാനോട് കൂടി എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതൊരു ലിമിറ്റഡ് ആയിട്ട് വരുന്ന പീരീഡിൽ വരുന്ന ഒരു ബാച്ചാണ്. അതായത് ഒരു 50 ഡേ ക്രാഷ് കോഴ്സ് വരുന്നൊരു ബാച്ചാണ്. നമ്മുടെ ഇത്രയും നാളും പഠിച്ചതും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ഒരു ബാച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് എക്സാമിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും. അതുകൂടാണ്ട് തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസിനായിരുന്നാലും മെൻ്റൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ November 17th എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യണം. ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി തന്നെ നിങ്ങളുടെ പഠനം ആരംഭിച്ചോളൂ. അപ്പോൾ അതിൻ്റെ 50 ഡേ ക്രാഷ് ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ ഞാനതിനകത്ത് നമ്പർ കൊടുത്തേക്കാം. ലാസ്റ്റ് ആ നമ്പറിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക. ഇനി നമ്മുടെ അടുത്ത വർഷത്തേക്കുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ RRB NTPC ആയിരുന്നാലും ഗ്രൂപ്പ് ഡി ആയിരുന്നാലും, ഇപ്പോൾ പുതിയൊരു പോസ്റ്റ് കൂടെ വന്നിട്ടുണ്ട്, സെക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ പോസ്റ്റ്, അതായിരുന്നാലും ഒക്കെ അടുത്ത വർഷത്തെ ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ വിദ്യാരംഭം പ്രമാണിച്ച് നമ്മളൊരു പുതിയ സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് റെയിൽവേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സാധാരണ എല്ലാ ബാച്ചുകളിലും കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, PYQs ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്, എല്ലാം അൺലിമിറ്റഡ് ആണ്. പിന്നെ സ്റ്റഡി പ്ലാൻ കവർ ചെയ്യുന്നതിന് സിലബസ് കവറിങ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പിക് ഡിസ്കഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 2 സ്പെഷ്യൽ കാര്യങ്ങളും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഇതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. നിങ്ങൾ ഒരു വർഷത്തേക്ക് എടുത്തു, നിങ്ങൾ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് നമ്മൾ തരുന്ന ക്ലാസ്സസും കാര്യങ്ങളും കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതായത് അറ്റൻഡൻസ് 85% ആണ്. അത് കൂടാണ്ട് തന്നെ മെൻറ്റേഴ്സ് പറയുന്ന ടാസ്കുകൾ 85% നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സ്റ്റുഡൻസിന് നമ്മൾ ഒരു വർഷം കൂടി ഇത് ഒരു ബാച്ച് റിന്യൂ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ വെച്ച് ജോലി, അതായത് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു 100% എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 1 ഇയർ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് കയറാമെങ്കിൽ നമുക്കത് ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു സാഹചര്യവശാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കൂടെ റിന്യൂ ചെയ്ത് കിട്ടും. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് 2 വർഷം തന്നെ മതിയാവും. നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കുട്ടിക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ കറക്റ്റായിട്ട് നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ 2 വർഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടേ, നല്ലൊരു തുടക്കമാണ്. ഈ നവരാത്രി, അതായത് ഈ ഒരു വിദ്യാരംഭത്തിൽ വിജയദശമിക്ക് നിങ്ങൾ അടുത്ത വർഷം ഞാൻ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കും എന്നുള്ള ഒരൊറ്റ എയിമോട് കൂടി തന്നെ നിങ്ങൾ പഠിത്തം ആരംഭിക്കുക. നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കറക്റ്റൊരു സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോവാം. ഓരോ ലെവൽ വൈസ് നിങ്ങൾക്ക് പഠിച്ചു പോവാം. ഓരോ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചു പോവാം. ഓക്കെ, ഇനി നമ്മുടെ ബാച്ചസിനെ പറ്റി ഇപ്പോൾ 50 ഡേ ക്രാഷ് കോഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഈ ഒരു സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൻ്റെ കാര്യം പറഞ്ഞു. ഈ 2 ബാച്ചസിലേക്കുള്ള എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. 8714766466. ഓക്കെ, അതുകൂടാണ്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫോം അറ്റാച്ച്ഡ് ആണ്. ആ ഫോമിലേക്ക് നിങ്ങൾക്ക് എഴുതി വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനും യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പോസ്റ്റുകളെ പറ്റി നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് ആ ചാനലിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് തന്നെ ഈ പോസ്റ്റ്
പോസ്റ്റുകളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത സെഷനിൽ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം, പുതിയൊരു ടോപ്പിക് ആയിട്ട് കാണാം. അപ്പോൾ അതുവരെയും താങ്ക് യു, ബൈ, സ്റ്റേ ട്യൂൺഡ്.